ഇതാണ് ഫോർട്ട് കൊച്ചി. കാലം ഒന്ന് പിന്നോട്ട് സഞ്ചരിക്കുന്നത് പോലെ തോന്നുന്ന ഒരു സ്ഥലം. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ഓരോ കല്ലിനും ഓരോ കെട്ടിടത്തിനും നൂറുകണക്കിന് കഥകൾ പറയാനുണ്ട്. ഇതാണ് ജൂ സ്ട്രീറ്റ്, അല്ലെങ്കിൽ പലരും വിളിക്കുന്ന പോലെ ജൂ ടൗൺ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാപാരത്തിനായി കടൽ കടന്നെത്തിയ ജൂത സമൂഹം താമസമുറപ്പിച്ചിരുന്ന സ്ഥലമാണിത്. മസാലകളുടെ മണവും പഴമയുടെ ശബ്ദവും ഒത്തുചേർന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ കാണുന്ന ഓരോ കടയും മ്യൂസിയം പോലെയാണ്. പഴയ ക്ലോക്കുകൾ, വിന്റേജ് ഫർണിച്ചർ, ആന്റിക് പീസുകൾ, കാലം നിലയ്ക്കാതെ ഒഴുകിയതിന്റെ എല്ലാ തെളിവുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഒരു ആർട്ട് എക്സിബിഷൻ കാണാനായിട്ട് ഞാൻ കയറി. അവിടെ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിഗൂഢത നിറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്ക്. എങ്ങനെയുണ്ട്? സംഭവം പൊളിയല്ലേ? ഈ വഴിയിലൂടെ കുറേ ദൂരം നടന്നു നീങ്ങുമ്പോൾ അവസാനം നമ്മൾ കാത്തിരിക്കുന്നത് വിശുദ്ധമായിട്ടുള്ള ഒരു മെമ്മറിയാണ്. സിനഗോഗ്. 1568 പണിത ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജൂത ആരാധനാലയങ്ങളിൽ ഒന്ന്. ജൂ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് വെറും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ല. ഇത് വിവിധ സംസ്കാരങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മയാണ്. പോർച്ചുഗീസും ഡച്ചും ബ്രിട്ടീഷും ജൂതരും എല്ലാവരും ചേർന്ന് എഴുതിയ ഫോർട്ട് കൊച്ചിയുടെ സുന്ദരമായ അധ്യായം. രാവിലെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തുമ്പം വേറൊരു ചിത്രമാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. മീൻ പിടിക്കാൻ തയ്യാറാവുന്ന മത്സ്യത്തൊഴിലാളികളും കടലിലേക്ക് നോക്കി നിൽക്കുന്ന പഴയ വീടുകള്, പള്ളിമണികളുടെ ശബ്ദം, ഇതെല്ലാം ഒരു അടിപൊളി വൈബാണ് കേട്ടോ. അതുപോലെ തന്നെ ഉച്ച സമയത്തെത്തുമ്പോൾ വേറൊരു ഫേസ് കാണിക്കും. വിദേശികളും നാട്ടുകാരും എല്ലാം കൂടി ഒരുമിച്ച് നടക്കുന്ന വഴികളും, മതിൽ ചിത്രങ്ങൾ, കൈകൊണ്ട് വരച്ച പെയിന്റുകൾ, ചെറിയ കഫേകളിൽ നിന്ന് വരുന്ന കാപ്പിയുടെ മണം, ഇതെല്ലാം കൂടെ നമ്മൾ വേറൊരു ലോകത്ത് തന്നെ കൊണ്ടുപോകും. പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോഴത്തേനും ഫോർട്ട് കൊച്ചിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. രാത്രി ആകുമ്പോഴേക്കും കുറേ ലൈറ്റുകളും മ്യൂസിക്കും ഒക്കെ ആയിട്ടൊരു പ്രത്യേക സൗന്ദര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചി ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമല്ല. അത് ഒരിക്കലെങ്കിലും നമ്മളെ തിരികെ വിളിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.